ഹലോ, ഞാൻ റിജുസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഫിസിക്സിൽ ജനറൽ സയൻസ് ഫിസിക്സ് അതിൽ ലെവൽ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ 30 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞിരുന്നു ലെവൽ 2 ജനറൽ സയൻസ് ഫിസിക്സിൽ. ഈ 31 മുതലാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോ ഈ ടിക്ക് ചെയ്തേക്കുന്ന ആൻസർ ആയിട്ട് വരുന്നത് കുറച്ച് തിരുത്തലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കളറിലൊരു ചേഞ്ച് വ്യത്യാസം വന്നേക്കുന്നത് ABC എന്നുള്ള ഭാഗങ്ങളിലൊക്കെ. അപ്പൊ നമ്മൾ ഈ ടിക്ക് ചെയ്തേക്കുന്ന ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു പക്ഷെ ഇതിൽ തെറ്റ് സംഭവിച്ചെന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മളത് തിരുത്തേണ്ട ഒരു അവസ്ഥയായി. അപ്പൊ അത് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റുകളാവാം. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ നമ്മൾ പരമാവധി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്താണ് നമ്മൾ പറയുന്നത്. കാരണം ലെവൽ 1 മുതൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്നുള്ളൂ. ശരിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ തെറ്റുകൾ പറ്റുക സ്വാഭാവികമായ കാര്യമാണ്, മനുഷ്യ സഹജമാണ്. അപ്പൊ നമുക്കത് ക്ഷമ ചോദിക്കാനാകുള്ളൂ. അപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ജനറൽ സയൻസ് ഫിസിക്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 1ഉം 2ഉം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ലെവൽ 1ലൊക്കെ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ലെവൽ 1ഉം 2ഉം ഒക്കെ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയണം. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിലും തെറ്റുണ്ടെങ്കിലും ദയവേത് ക്ഷമിക്കുക. കാരണം ഇത് ഞാൻ കുറെ തിരുത്തലുകൾ ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്ക് പറയാണ്ടിരിക്കാനാവില്ല, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ 31 മുതൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ തിരുത്തിയേക്കുന്നതാണ്. അതും നമ്മളത് പറഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. എന്തായാലും 31 ക്വസ്റ്റ്യൻ നോക്കാം. എന്തായാലും ഈ 31 ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇതുണ്ടല്ലേ, ABC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഞാൻ വേറെ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നത് വെച്ചാല്, ഈ ബുക്കിൽ തന്നെയുള്ള എന്താ പറയാ സ്റ്റാർട്ടപ്പ് കിറ്റ് എന്നുള്ള ഒരു വിഭാഗമുണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. അതിന് മുന്നേ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം. ഇത് ലെവൽ 2 ജനറൽ സയൻസ് ഫിസിക്സ് 31. A rainbow is produced when sunlight falls on drops of rain. Which of the following physical phenomena is responsible for this? A. Diffusion, B. Refraction, C. Internal reflection. A. 1, 2 and 3. B. 1 and 2. C. 2 and 3. D. 1 and 3. Answer C. 2 and 3. ഇതില് റിഫ്രാക്ഷനും ഇന്റേണൽ റിഫ്ലക്ഷനും ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ABC എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ശരിക്കും യഥാക്രമം 1, 2, 3 എന്നാണ് നൽകേണ്ടിരുന്നത്. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും കാരണം ഇതൊരു ക്വസ്റ്റ്യൻ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് ആയിട്ട് തന്നെ. അപ്പൊ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനിൽ തെറ്റ് പറ്റിയത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെങ്കിലും ഏത് രീതിയിലുള്ള തെറ്റും ആയിക്കോട്ടെ, എന്തായാലും ദയവേത് ഒരിക്കൽ കൂടി നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇപ്പൊ എന്തെങ്കിലും ഇതിപ്പോ ഒരു കണ്ടില്ലേ, ABC എന്നല്ല ശരിക്കും വരേണ്ടത്, 1, 2, 3 എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയണമെന്നുള്ളൂ. നമ്മൾ വേറെ ക്വസ്റ്റ്യൻ കാണിക്കണം ഡിഫറൻസ് അറിയാൻ വേണ്ടി. ഇത് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു തെറ്റാണെങ്കിൽ പോലും CSAT എന്നുള്ള രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത്. അപ്പൊ അതുകൊണ്ട് പറയണമെന്നുള്ളൂ. കാരണം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങളിലേക്ക് എത്തിക്കണം, എന്നാലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ടൈം എടുത്ത് പറയുന്നത്. അപ്പൊ നോക്കാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇത് വരുന്നത് സ്റ്റാർട്ടപ്പ് കിറ്റിൽ അനാലിസിസ് ഓഫ് ദ CSAT 2011 പേപ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനാണ്. ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറെ നാളുകൾക്ക് മുന്നുള്ള വീഡിയോ ആണിത്. അപ്പൊ ജസ്റ്റ് ഡിഫറൻസ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാണ്. ഫിസിക്സ് തന്നെയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞത് ഫിസിക്സ് തന്നെ. 1. Satellites used for telecommunication relay are kept in a geostationary orbit. A satellite is said to be in such an orbit when 1. The orbit is geosynchronous. 2. The orbit is circular. 3. The orbit lies in the plane of the Earth's equator. 4. The orbit
is at an altitude of 223,036 km. Select the correct answer using the codes given below. A 1, 2 and 3 only, B 1, 3 and 4 only, C 2 and 4 only, D 1, 2, 3 and 4. Answer A 1, 2 and 3 only. Answer A 1, 2 and 3 only. 1. The orbit is a geosynchronous. 1. The orbit is a geosynchronous. 2. The orbit is circular. 3. The orbit lies in the plane of the Earth's equator. Answer A 1, 2 and 3 only. ഇതിലെ ഡിഫറൻസും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഇത് നോക്കിക്കഴിഞ്ഞാൽ. ഇതിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3, 4 എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ടിങ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 4 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശരിക്കുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് ശരിക്കും എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കണേ പ്രിന്റിംഗ് എറർ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അപ്പൊ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാ ദയവായിട്ട്. നമ്മളിപ്പോ ഇതിൽ പറഞ്ഞേക്കുന്നത് 31 ക്വസ്റ്റ്യനിൽ ഇതിൽ എ എന്നുള്ളത് നമ്മൾ 1 ആയിട്ട് പറയാം, ബി 2, സി 3. അതിൽ 4 എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇതിൽ, അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും എ 1, 2 and 3, ബി 1 and 2, സി 2 and 3, ഡി 1 and 3 എന്ന് പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഓപ്ഷനിൽ ഡിഫ്യൂഷൻ, റിഫ്രാക്ഷൻ, ഇന്റേണൽ റിഫ്ലക്ഷൻ അങ്ങനെ 3 ഉള്ളൂ. ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. 31. A rainbow is produced when sunlight falls on drops of rain. Which of the following physical phenomena is responsible for this? അപ്പൊ ഇത് ഞാൻ എ ബി സി എന്നുള്ളത് ഞാൻ 1, 2, 3 എന്നാക്കിയാണ്. പിന്നെ ഇതിൽ ഡി ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ ലാസ്റ്റ് എ എന്നുള്ളത് 1, 2 and 3 എന്ന് പറയുന്നുണ്ട്, ബി 1 and 2 എന്ന് പറയുന്നുണ്ട്, സി 2 and 3 എന്ന് പറയുന്നുണ്ട്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡി 1 and 3 എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഡി എന്നുള്ള ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മളിത് ഒരിക്കൽ കൂടി തിരുത്തി പറഞ്ഞു പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം. 31 ക്വസ്റ്റ്യൻ. എ റെയിൻബോ ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ സൺലൈറ്റ് ഫാൾസ് ഓൺ ഡ്രോപ്സ് ഓഫ് റെയിൻ. Which of the following physical phenomena is responsible for this? 1. Diffusion. 1. Diffusion. 2. Refraction. 3. Internal reflection. A 1, 2 and 3. B 1 and 2. C 2 and 3. D 1 and 3. Answer C 2 and 3. 2. Refraction. 3. Internal reflection. ഞാനത് എ ബി സി എന്നുള്ള 1, 2, 3 എന്നാക്കി തിരുത്തിയിട്ടില്ലെന്നുള്ളൂ. നമ്മള് ജസ്റ്റ് പറഞ്ഞു പോയാണ്, തിരുത്തണ്ട എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ തിരുത്തിയില്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തായാലും പ്രിന്റിംഗ് എററൊക്കെ ഒരു പക്ഷെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ബുക്കിന്റെ തുടക്കത്തിൽ അത് പറഞ്ഞിരുന്നു, നമ്മൾ വീഡിയോ ചെയ്തപ്പോഴൊക്കെയെന്ന് തോന്നുന്നു. ഫസ്റ്റ് വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നാലും പ്രിന്റിംഗ് എറർ എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് നോക്കാം. 31. A rainbow is produced when sunlight falls on drops of rain. Which of the following physical phenomena is responsible for this? 1. Diffusion. 2. Refraction. 3. Internal reflection. A 1, 2 and 3. B 1 and 2. C 2 and 3. D 1 and 3. Answer C 2 and 3. 2. Refraction. 3. Internal reflection. Answer C 2 and 3. 2. Refraction. 3. Internal reflection. ഇത് വലിയൊരു കാര്യമൊന്നുമല്ല ഇത്രയും വിശദീകരിച്ച് പറയാൻ മാത്രം. എന്ന് വെച്ചാൽ ഇത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ കൂടി താരതമ്യപ്പെടുത്തി പറയേണ്ട കാര്യമില്ല, അല്ലാതെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നാലും ഞാൻ ജസ്റ്റ് എന്താ പറയാ, നിങ്ങൾക്ക്
CSIT എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഉപകരിക്കണം. അതുപോലെ തന്നെ വീഡിയോ, അതുപോലെ തന്നെ ചെറിയൊരു തെറ്റ് പോലും സംഭവിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. രണ്ടും കൂടി നമ്മൾ താരതമ്യപ്പെടുത്തി പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് ABC എന്നുള്ളത് 1 2 3 നമ്മൾ കൊടുത്ത ബുദ്ധിമുട്ട് കഴിഞ്ഞു ഈ ക്വസ്റ്റ്യൻ്റെ. എന്നാലും നമ്മൾ ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാൽ ഇനി നമുക്ക് 32 നോക്കാം. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അത് നമ്മളിപ്പോൾ എന്തായാലും പറയും. അത് അടുത്ത ഭാഗത്തേക്ക് വന്നാലേ നമുക്ക് പറയാനാവുള്ളൂ. അതുകൊണ്ടാണ് തൽക്കാലം നമ്മൾ ഇതന്നെ പറഞ്ഞു പോയാണ്. 32 ക്വസ്റ്റ്യൻ. എ സ്മോൾ സ്ഫിരിക്കൽ ബോൾ ഓഫ് ലീഡ് ഇസ് ഡ്രോപ്പ്ഡ് ത്രൂ എ highly viscous liquid. It will have a small spherical ball of lead is dropped through a highly viscous liquid. It will have a constant acceleration b, acceleration for some distance, and then a constant velocity. C, a constant velocity for some distance and then acceleration. D, uniform retardation. Answer B, acceleration for some distance and then a constant velocity. Answer B, acceleration for some distance and then a constant velocity. ഇനി 33 മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സ് അതിന് പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടാലറിയാം. 33 നമ്മൾ ANS കൊടുത്തേക്കുന്ന ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി ടിക്ക് ചെയ്തേക്കുന്നത് എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്. അപ്പൊ ഇങ്ങനെ തെറ്റായ രീതിയിൽ നമുക്കിങ്ങനെ ആൻസർ രേഖപ്പെടുത്തേണ്ടി വന്നതിന് ദയവേത് നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമ്മൾ എവിടെയോ നമ്മുടെ ശ്രദ്ധ പോയി, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വരാനായിരിക്കുമല്ലോ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രദ്ധ പോയതല്ല നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. ഇവിടെ നമ്മൾ ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട് റൂമിൽ. അപ്പോൾ ഫാനിൻ്റെ കാറ്റത്ത് പേജ് പറന്നു പോയപ്പോൾ എന്തോ നമ്മൾ തെറ്റി അടയാളപ്പെടുത്തിയേക്കുന്നതാണ് ഈ ആൻസർ. അപ്പോൾ വീണ്ടും തിരുത്തേണ്ടി വന്നു, കുറേ ടൈമും പോയി. അപ്പോൾ ANS എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ വെട്ടുപോലെ ഇട്ടേക്കുന്ന ആൻസർ അല്ല, ANS എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എല്ലാത്തിൻ്റെയും. ഇവിടുന്ന് അങ്ങോട്ട് ദയവേതൊന്ന് മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നത് ഇത് മാത്രം, ഈ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ബാക്കിയുള്ളിടത്തൊന്നും അത്ര തെറ്റ് വന്നിട്ടില്ല. അപ്പൊ ഫാനിന്റെ കാറ്റത്ത് തന്നെ പേജ് പറന്നുപോയ ഒരു അവസ്ഥ വന്നതുകൊണ്ട് നമ്മുടെ സമയവും പോയി. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും തിരുത്തേണ്ടതായിട്ട് വന്നു. പിന്നെ ഇപ്പൊ നേരത്തെ നമ്മൾ പറയാറുള്ള പോലെ തന്നെ തെറ്റ് സംഭവിക്കാം. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ദയവേത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വീഡിയോ വാച്ച് ചെയ്യണം എന്ന് എനിക്ക് പറയാനാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. 33. A solid needle placed horizontally on the surface of the water floats due to A, surface tension, B, capillary action, C, cohesion, D, adhesion. Answer A, surface tension. Answer A, surface tension. 34. A sudden fall in a barometer reading indicates A, clear weather, B, hailstorm, C, storm, D, heavy rainfall. Answer C, storm. Answer C, storm. 35. A thermostat is a device which is used for A, absorbing undesirable heat, B, decreasing the temperature in an appliance, C, maintaining a desired temperature in an appliance, D, switching off an appliance. Answer C, maintaining a desired temperature in an appliance. 36. A train goes past a railway station at a high speed. A young boy standing on the edge of the platform is likely to A, remain unaffected, B, fall away from the train, C, fall towards the train, D, fall away from or towards the train depending on its speed. D, fall away from off towards the train depending on its speed. Answer C, fall towards the train. Answer C, fall towards the train. 37. A watch based on the
oscillating spring is taken from the earth to the moon? It will A. Run slow, B. Run fast, C. Give the same time, D. Stop altogether. Answer C. Give the same time. 38. Ability of the eye to see objects at all distances is called A. Binocular vision, B. Myopia, C. Hypermetropia, D. Accommodation. Answer D. Accommodation. 39. An artificial satellite stays in the orbit around the Earth because A. The Earth's gravity does not act on the satellite. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു കൂടി പറയാം. 39. An artificial satellite stays in the orbit around the Earth because A. The Earth's gravity does not act on the satellite due to the great distance between them. B. The Earth's attraction produces the necessary centripetal acceleration. C. The Earth's attraction is balanced by the attraction of other planets. D. There is an engine in the satellite that constantly applies on an upward force to balance its weight. D. There is an engine in the satellite that constantly applies an upward force to balance its weight. Answer B. The Earth's attraction produces the necessary centripetal acceleration. An artificial satellite stays in the orbit around the Earth because A. The Earth's gravity does not act on the satellite due to the great distance between them. B. The Earth's attraction produces the necessary centripetal acceleration. C. The Earth's attraction is balanced by the attraction of other planets. D. There is an engine in the satellite that constantly applies an upward force to balance its weight. Answer B. The Earth's attraction produces the necessary centripetal acceleration. 40. An object is placed at a distance equal to the focal length of convex mirror if the 40. An object is placed at a distance equal to the focal length of convex mirror if the focal length of the mirror BF, then the distance of the image from the pole of the mirror is A less than F, B equal of F, C more than F, D infinity. Answer A. Less than F. Answer A. Less than F. 41. An observer moves towards a stationary plane mirror at a speed of 1 meter second. His image will move towards him at a speed of A 1 meter second, B 4 meter second, C 2 meter second, D half meter second. Answer C 2 meter second. 42. Bats can fly in the dark because A. They can see better in the dark. B. The pupils of their eyes are very wide. C. They are guided by the ultrasonic waves that they produce. D. They are guided by microwaves. Answer C. They are guided by the ultrasonic waves that they produce. 43. Cadmium rods are used in a nuclear reactor. A. For promoting a chain reaction. B. For creating more neutrons. C. For controlling the operation of the reactor. D. For slowing down the neutrons. Answer C. For controlling the operation of the reactor. 44. While running over a horizontal level road, the man holds the umbrella vertically. If he stops in order to protect himself from the drain, he should hold it. While running over a horizontal level road, the man holds the umbrella vertically. If he stops in order to protect himself from the rain, he should hold it A vertically, B
inclined to the front, C inclined to the back, D at an angle of 45 degree. Answer C inclined to the back. 45. Conservation of energy means that A. Energy can be treated as well as destroyed. B. Energy can be created but not destroyed. C. Energy cannot be created but can be destroyed. D. Energy can either be created nor destroyed. Answer D. Energy can neither be created nor destroyed. 46. Critical reflection will take place if light travels from A. Air to water, B. Glass to air, C. Water to glasses, D. Air to glasses. Answer B. Glasses to air. 47. ഇതിൽ സൈനൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്കിത് എന്താ പറയുക, കറക്റ്റായിട്ട് നമ്മൾ പറയണത് ശരിയാവില്ല, അതുകൊണ്ട് ദയവത് ക്ഷമിക്കാം. 47 ക്വസ്റ്റ്യനിൽ ഈ സൈനുകൾ നമുക്ക് അധികം പരിചയമില്ലാത്തൊരു അവസ്ഥ തന്നെ പറയാം, എന്നാലും ഞാൻ പറയാണ്. 47. ഡി ബ്രോഗലി ഇക്വേഷൻ ഈസ് എ H/mv equal, B E1 minus E2 equal HV, C equal D 20D sin. അപ്പൊ ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് H/mE ഈക്വൽ, ആൻസർ H/mE ഈക്വൽ. ദയവേത് ക്ഷമിക്കുക, കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ പറയേണ്ടതായിട്ടുണ്ട്. ഡി ബ്രോഗലി ഇക്വേഷനിൽ നമുക്ക് ഇത്ര പറ്റുന്നുള്ളൂ പറയാൻ. ഇതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെ ആയിട്ട് തന്നെ എടുക്കാം ഇതിനെ, പക്ഷെ ഉള്ള അറിവ് വെച്ച് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. 48. Dimension of modulus of elasticity is A. ml negative T negative 2, B m negative 1 L negative 1 T negative 2, C ml negative 1 T negative 2, D ml negative 1 T negative 1. Answer C ml negative 1 T negative 2. Answer C ml negative 1 T negative 2. Dimension of modulus of elasticity is A ml negative 2 negative, sorry, A ml negative 2 T negative 2, B ml negative 1 L negative 1 T negative 2, C ml negative 1 T negative 2, D ml negative 1 T negative 1. Answer C ml negative 1 T negative 2. Answer C ml negative 1 T negative 2. Answer ml negative 1 T negative 2. ഒരിക്കൽ കൂടി വായിക്കണം. 48. Dimension of modulus of elasticity is A ml negative 2 T negative 2, B ml negative 1 L negative 1 T negative 2, C ml negative 1 T negative 2, D ml negative 1 T negative 1. Answer C ml negative 1 T negative 2. Answer C ml negative 1 T negative 2. Dimensional modulus of elasticity is A ml negative 2 T negative 2, B ml negative 1 L negative 1 T negative 2, C ml negative 1 T negative 2, D ml negative 1 T negative 1. Answer C ml negative 1 T negative 2. Answer C ml negative 1 T negative 2. 49. Displacement current is A
continuous when electric field is changing in the circuit. B. Continuous when magnetic field is changed in the circuit. C. Continuous in both types of fields. D. Continuous through wires and resistance only. Answer A. Continuous when electric field is changing in the circuit. 50. Fish can survive inside a frozen lake because A. Fish are cold blooded animals. B. Fish can breathe when abandoned in ice. C. Fish move to the bottom of the lake where the water is at 4 degrees Celsius and hence cannot freeze. C. Fish move to the bottom of the lake where the water is at 4 degrees Celsius and hence cannot freeze. D. Fish move to the top of the lake where the water is at 4 degrees Celsius and hence cannot freeze. Answer C. Fish move to the bottom of the lake where the water is at 4 degrees Celsius and hence cannot freeze. Fish can survive inside a frozen lake because A. Fish are cold-blooded animals. B. Fish can breathe when abandoned in ice. C. Fish move to the bottom of the lake where the water is at 4 degrees Celsius and hence cannot freeze. Answer C. Fish move to the bottom of the lake where the water is at 4 degrees Celsius and hence cannot freeze. 51. For photoelectric emission, tungsten requires light of 2300 A. If light of 1800 A wavelength is incident, then emission A takes place. B. May or may not take place. C. Depends on frequency. D. Does not take place. Answer A. Takes a place. Answer A. Takes a place. 52. Graphite and heavy water are two common moderators used in a nuclear reactor. The function of the moderator is to A. Slow down neutrons. B. Absorb neutrons. C. Cool the reactor. D. Arrest the chain reaction. Answer A. Slow down neutrons. Answer A. Slow down neutrons. 53. If a magnet is cut into two pieces of equal length, A. Both pieces will lose their magnetism. B. One piece will act as north pole and the other as south pole. C. Both pieces will behave as complete magnets. D. One of the pieces will lose its magnetism. Answer C. Both pieces will behave as complete magnets. Answer C. Both pieces will behave as complete magnets. If a pendulum clock be taken from the earth to a revolving artificial satellite, it will A. Run slow. B. Run fast. C. Give the same time. D. Stop altogether. Answer D. Stop altogether. Answer D. Stop altogether. 55. If a pendulum clock be taken from the equator to the poles, it will A. Run slow. B. Run fast. C. Slow. Show the same time. D. Stop altogether. Answer B. Run fast. 55. If a pendulum clock be taken from the equator to the poles, it will. If a pendulum clock be taken from the equator to the poles, it will A. Run slow. B. Run fast. C. Show the same time. D. Stop altogether. Answer B. Run fast. Answer B. Run fast. 56.
If a real object is placed just inside the focal point of a diverging lens, the image is If a real object is placed just inside the focal point of a diverging lens, the image is A. Virtual, A. Erect and diminished, B. Real, inverted and enlarged, C. Real, inverted and diminished, D. Virtual, erect and enlarged. Answer A. Answer A. Virtual, erect and diminished. ആൻസർ എ. വെർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. നമ്മൾ 56 വരെ പറഞ്ഞു. ലെവൽ 2 ജനറൽ സയൻസ് ഫിസിക്സിൽ ലെവൽ 2 56 വരെ. ഇനി അടുത്ത വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. 57, 58, 59, 60, 61, 62, 63, 64, 65. നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. 75. Of the following natural phenomena, which one is known in Sanskrit as deer's thirst? 79, 80, 81, 85. The chemical behavior of an atom depends upon. Answer D. The number of electrons orbiting the nucleus. അപ്പം അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമുക്ക് നേരിട്ട് പറയാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഈ രീതിക്ക് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ ദയവേത് ഓർക്കുക. ഈ വീഡിയോ ഭയങ്കര ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനറൽ സയൻസ് ഫിസിക്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 2 ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ്. 56 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും. സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണം എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ ഈ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.